എന്തിനെന്നെ പിന്തുടരുന്നു? എന്താണ് നിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയൂ. പറയൂ, നീ വെറും തോന്നലാണോ? അല്ല നീലം, അല്ല. ഇത് നിന്റെ തോന്നലൊന്നുമല്ല. എന്റെ പേര് കൽപ്പന എന്നാണ്. എന്റെ അച്ഛനമ്മമാർ ദരിദ്രരാണ്. പെൺകുട്ടിയായിട്ടുകൂടി അവർ എന്നെ പഠിപ്പിച്ചു. കൂടാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള തന്റെ ഇടവും ഉണ്ടാക്കി തന്നു. നീലം, ഓരോ പെൺകുട്ടിയുടെ മനസ്സിലും ജീവിതത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടാകും. പിന്നെ ഭാവിയെക്കുറിച്ച് ചില സ്വപ്നങ്ങളും. അങ്ങനെ വിജയ് എന്റെ മനസ്സിലെ സ്വപ്നമായി മാറി. അയാൾ എന്റെ എല്ലാമായി തീർന്നു. അയാൾക്കറിയാമായിരുന്നു ഞാൻ ദരിദ്രയാണെന്ന്. ഒരു ദരിദ്രയ്ക്ക് അയാളുടെ മനസ്സിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന് ഞാൻ അറിയാൻ വളരെ വൈകിപ്പോയി. ഒരൊറ്റ രാത്രി കൊണ്ട് സമ്പന്നനാവുക, അതാണ് അയാളുടെ മോഹമെന്നും ഞാൻ അറിഞ്ഞില്ല. പ്രേമം എന്നോടായിരുന്നെങ്കിലും അത് കപട സ്നേഹമായിരുന്നു. കല്യാണം കഴിച്ച് കുബേരനാവുക എന്നതാണ് അയാൾ മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നം. നീലം, നിന്റെ അച്ഛൻ വിജയന്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ? നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമാവുന്നില്ല. പക്ഷേ അന്ന് ഞാൻ നിന്റെ ഫോട്ടോ ACP ബൽരാജിന്റെ, അതായത് എന്റെ ചേട്ടന്റെ ഓഫീസിൽ വെച്ച് കണ്ടു. അത് എന്നിൽ ഏറെ സംശയം ജനിപ്പിച്ചു. അരുത് നീലം, എന്നെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ ജീവിതത്തിൽ തോറ്റവളാണ്. വിജയ് സ്വന്തം കാര്യസാധ്യത്തിനായി എന്നെ പിച്ചു ചീന്തി. വിജയൻ എന്നോട് പ്രേമമാണെന്ന് ഞാൻ കരുതി. സത്യത്തിൽ അയാൾക്കതൊരു തമാശ മാത്രമായിരുന്നു. ഞാൻ ഒഫീഷ്യൽ വർക്കിനായി സിറ്റിക്ക് പുറത്തു പോയിരുന്നു. ആ അവസരത്തിൽ വിജയ് വിദഗ്ധമായ കരുനീക്കങ്ങൾ നടത്തി നീയുമായി വിവാഹ നിശ്ചയവും നടത്തി. എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു വിജയ്. നിങ്ങൾ പ്രേമിക്കുന്നത് എന്നെയും